ആൻഡ് ബ്ലൂ കട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ബ്ലൂ കട്ട് ചെയ്യുന്ന ലെൻസാണ്, കണ്ണ് ഡേഞ്ചറാണ്. ബ്ലൂ കട്ട് ചെയ്യുന്നു, ശരിക്കും ബ്ലൂ കട്ട് ചെയ്യുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതൊരു ബ്രാൻഡ് നെയിമാണ്, നിക്കോൺ പ്യൂർ ബ്ലൂ ആണ്. ജസ്റ്റ് ഒന്ന് പറയാം, ഇത് ശരിക്കും ചെയ്യുന്നത് ഹൈ എമിഷൻ വിസിബിൾ ആയിട്ടുള്ള ഹൈ എമിഷൻ പാർട്ടിനെ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറഞ്ഞ ഈ സംഗതിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൽ വിസിബിൾ ആയിട്ട് ഇവിടെയാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ല മൊബൈലിൻ്റെ റേഡിയേഷനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു കാര്യമില്ല, മൊബൈൽ റേഡിയേഷൻ ഡേഞ്ചർ ഒന്നുമല്ല. നിങ്ങൾ ധൈര്യമായിട്ട് മൊബൈൽ വെച്ചോളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗം പ്രശ്നമാണ്, കോസ്മിക് റേസ് പ്രശ്നമാണ്. കാരണം എത്രത്തോളം തരംഗദൈർഘ്യം കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു, അത് ഡേഞ്ചറാണ്. എക്സ്റേ നമ്മുടെ ശരീരത്തിലൂടെ പെനിട്രേറ്റ് ചെയ്യും. അൾട്രാവയലറ്റ് ഡേഞ്ചർ നമുക്ക് നന്നായിട്ട് അറിയാം. ഇൻഫ്രാറെഡ്, എന്താ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിൻ്റെ ഒക്കെ റിമോട്ട് നമുക്ക് ആരെങ്കിലും ഡേഞ്ചറാന്ന് പറയുന്നുണ്ടോ? നോ പ്രോബ്ലം. ഇൻഫ്രാറെഡും കഴിഞ്ഞ് മൈക്രോവേവും കഴിഞ്ഞ് റഡാറും കഴിഞ്ഞ് റേഡിയോയും കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ബ്രോഡ്കാസ്റ്റിൻ്റെ ഒക്കെ ഇത് വരുന്നത്. ഇതൊരു വിഷയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നമുക്ക് ആ വിസിബിൾ സ്പെക്ട്രത്തിനൊന്ന് വലിച്ചെടുക്കാം. വിസിബിൾ ആയിട്ട് ഇവിടെയാണ് വരുന്നത്, അത് ഇവിടുന്ന് എടുക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇങ്ങനെ പൊട്ടി. വയലറ്റിനേക്കാൾ കുറച്ചുകൂടി തരംഗദൈർഘ്യം കുറവാണെങ്കിൽ അൾട്രാ വയലറ്റ്, റെഡിനേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണെങ്കിൽ വേവ്ലെങ്ത് ഇൻഫ്രാറെഡ്. ദാറ്റ്സ് ഓൾ. അത്രയ്ക്കും സിമ്പിളാണ്. നമുക്കറിയാം അൾട്രാ വയലറ്റ് ഡേഞ്ചർ ആണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അൾട്രാ വയലറ്റിൻ്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ഈ വയലറ്റ്, ഇൻഡിഗോ, ഈ ഒരു ഭാഗം ഡേഞ്ചർ ആവാൻ ചാൻസ് ഇല്ലേ? കുറച്ചുകൂടി സിമ്പിളാക്കാം. ഒരു ഗ്ലാസ്സിൽ സൈനൈഡ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? കുടിക്കൂല. ആ സൈനൈഡ് മൊത്തം കളഞ്ഞതിന് ശേഷം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുമോ? കുടിക്കൂല. കാരണം അതിൽ ലേശം എന്തെങ്കിലും ബാക്കി ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ആ ഗ്ലാസ് പൊട്ടിച്ചിട്ടായാലും വല്ല വെള്ളം കുടിക്കണം, ഞാൻ വെള്ളം വേറെ ഗ്ലാസ്സിൽ കുടിച്ചോളാം എന്നല്ലോ പറയാം. ഇതേപോലെ അൾട്രാ വയലറ്റ് ഡേഞ്ചറാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. തൊട്ട് അയൽവാസിയായിട്ടുള്ള വയലറ്റിന് ഈ പ്രശ്നം ഉണ്ടാവാമല്ലോ. അപ്പോൾ ഈ ഹൈ വിസിബിൾ പവർ വിശിഷ്യ ഒരു 455 നാനോമീറ്റർ വരെയൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലൂ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 455 നാനോമീറ്റർ വരെയൊക്കെയുള്ള ബ്ലൂവിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം 2 ബ്ലൂ ഉണ്ട്, യൂസ്ഫുൾ ബ്ലൂ ഉണ്ട്, ഡേഞ്ചറും ഉണ്ട്. യൂസ്ഫുൾ ബ്ലൂ നമ്മുടെ ശരീരം കണ്ണിലോട്ട് കയറണം, കാരണം അതാണ് നമ്മളെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ എപ്പോൾ നിൽക്കണം, എപ്പോൾ ഉറങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ യൂസ്ഫുൾ ബ്ലൂ ആണ്. അപ്പോൾ ഈ ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല.